എന്താ മനുഷ്യ കോഴിവസന്ത് പിടിച്ച പോലെ ഇരിക്കുന്നത്? എന്താ ഇപ്പം ഇത്ര വിഷമം? മനുഷ്യനായ ഭ്രാന്ത് പിടിച്ചിരിക്കുക. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്നാ പഞ്ചായത്ത് വാർഡിൻ്റെ നറുക്കെടുപ്പ്. കഴിഞ്ഞ തവണ സംവരണ മണ്ഡലമായിരുന്നു, മത്സരിക്കാൻ പറ്റിയില്ല. ഇത്തവണ എന്താകുമോ എന്തോ. വാസൂട്ടം പോയിട്ടുണ്ട്. വരുമ്പോൾ അറിയാം. ആകെ ടെൻഷനായിട്ടിരിക്കുക. എന്താവോ എന്തോ. ആ വാസുട്ടം ദാ വരുന്നുണ്ടല്ലോ. നേതാവേ, നേതാവേ, നമ്മൾ രക്ഷപ്പെട്ടു നേതാവേ, നമ്മൾ രക്ഷപ്പെട്ട്. ഹാവ് സമാധാനായി. ആ എന്താ എന്താ സംഭവിച്ചേ? എന്തു പറ്റി? നറുക്കെടുപ്പ് കഴിഞ്ഞു. ഇത് സംവരണ മണ്ഡലല്ല, ജനറല്. ഹാവു, രക്ഷപ്പെട്ടു. ഇത്തവണ ഈ മണ്ഡലം നമുക്ക് തന്നെയാ. ഒരു സീറ്റ് തരാമെന്ന് വല്യേട്ടൻ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലേലും ഈ വാർഡ് നമ്മുടെ ശക്തി കേന്ദ്രമല്ലേ, ശക്തി. ആ അത് ശരിയാ. ആകെയുള്ള 4 പേരിൽ 3 പേരും ഈ വാർഡിൽ തന്നെ ആണല്ലോ. ഒന്ന് പ്രസിഡന്റ്, ഒന്ന് നിങ്ങള്, പിന്നെ ഈ വാസൂട്ടൻ. നീ അങ്ങനെ ഞങ്ങൾ ഘടകകക്ഷി പാർട്ടികളെ കളിയാക്കണ്ട. ഇവിടെ പ്രധാനപ്പെട്ട പല വകുപ്പുകളും ഭരിക്കുന്ന ഞങ്ങളാ. നീ ആ കഷ്ടം മുറിക്കുന്നത് നിർത്തി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഒരുപാട് ആളുകൾ വരാനുള്ളതാ. ഇലക്ഷൻ വരികയല്ലേ. ആ കഷ്ടം പിന്നെ മുറിക്കാം, വൃത്തിയാക്ക്. ആ എന്നാ ഇത് ഇവിടെ കിടക്കട്ടെ. ഞാൻ ചൂലെടുത്ത് അടിച്ചു വരാൻ പോവാണ്. ഇനി ആ സമയത്ത് വേറൊന്നും പറഞ്ഞേക്കണ്ട. പിന്നെ നേതാവേ, നേതാവ് ഇങ്ങനെ ആയാ മതിയോ? ഒന്ന് കുളിച്ച് ഷേവ് ചെയ്തൊന്ന് ഉഷാറാവുന്നേ. ആ ഹലോ. ആ എന്താ പ്രസിഡന്റേ? ആ അങ്ങനെയാണോ? എന്നാ ശരി പ്രസിഡന്റ്, എന്നാ ശരി. ആ എന്തു പറ്റി? എന്താ പ്രസിഡന്റ് പറഞ്ഞേ? പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഒരു ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ നേതാവേ. ഈ വാർഡ് വല്യേട്ടൻ പാർട്ടിക്ക് വേണമെന്നാ പറയുന്നത്. നമുക്ക് കിട്ടിയ വാർഡ് 18. 18 ആണെങ്കിൽ 18, അവിടെയാണെങ്കിൽ അവിടെ. എവിടെയെങ്കിലും ഒന്ന് എനിക്ക് മനസ്സിലാച്ചാൽ മതി. വേറെ ഒരു പ്രശ്നമുണ്ട്. 18 വാർഡ് വനിതാ വാർഡാ. നമ്മുടെയിലാണെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികളും ഇല്ല. എന്താപ്പ ചെയ്യാ? ആ സ്ഥാനാർത്ഥിയെ കിട്ടി. ചേച്ചി എന്നെ സ്ഥാനാർത്ഥി. ചേച്ചിയോ? അപ്പൊ ഞാനോ? ആ ദാ ഇതങ്ങോട്ട് പിടിച്ചോ. അവിടെ നിൽക്ക്. ദാ ഈ കത്തിയും കൂടി അങ്ങ് പിടിച്ചോ. ഇനി 5 വർഷം നിങ്ങൾ വീട്ടിലെ കാര്യം നോക്ക്. ഞാൻ പോവുക. ഞാനോ?